ഇന്നത്തെ വചനചിന്ത കുറവുകൾ തീർക്കുന്ന ദൈവം. 34 സങ്കീർത്തന പുസ്തകം 10 തിരുവചനം. ബാലസിംഹങ്ങളും ഇരകിട്ടാതെ വിശന്നിരിക്കും, യഹോവയെ അന്വേഷിക്കുന്നവർക്കോ ഒരു നന്മയ്ക്കും കുറവില്ല. ഈ നല്ലൊരു പ്രഭാതത്തിൽ വചനം ശ്രവിക്കുന്ന പ്രിയ ദൈവജനമേ, കാട്ടിലെ രാജാവ് സിംഹമാണ്. സിംഹക്കുട്ടികൾ ഒരിക്കലും പട്ടിണി കിടക്കാറില്ല. സിംഹം വേട്ടയാടി കുഞ്ഞുങ്ങൾക്ക് തക്ക സമയം ആഹാരം നൽകും. എന്നിരുന്നാലും ദൈവവചനം പറയുന്നു, അനേകം സാധ്യതയുള്ള സിംഹങ്ങൾ, ബാലസിംഹങ്ങൾ ഒരുപക്ഷെ പട്ടിണി കിടക്കാം, വിശന്നിരിക്കാം. എന്നാൽ അത്തരം സാഹചര്യങ്ങൾ കടന്നു വന്നാലും യഹോവയെ അന്വേഷിക്കുന്ന ദൈവമക്കൾക്കോ ഒരു നന്മയ്ക്കും കുറവുണ്ടാകത്തില്ല. വചനം ശ്രവിക്കുന്ന താങ്കൾക്ക് ഒരു നല്ല കാലം വരും നിശ്ചയം. സർവശക്തൻ്റെ മുന്നിൽ താങ്കൾ ഒഴുക്കിയ കണ്ണുനീർ ദൈവം മറന്നിട്ടില്ല. ഹന്നയുടെ കണ്ണുനീർ കണ്ട് ഹന്നയ്ക്ക് അനുഗ്രഹിക്കപ്പെട്ട ശമൂവേലിനെ നൽകിയതുപോലെ വചനം ശ്രവിക്കുന്ന താങ്കളുടെ പ്രാർത്ഥന വിഷയത്തിന് ശ്രേഷ്ഠമായ മറുപടി കർത്താവ് നൽകുവാനിടയാകും. ശൂന്യതയിൽ നിന്നും ദൈവം താങ്കളെ ഉയർത്തും. നിന്ദിച്ചവരുടെ മുൻപിൽ ദൈവം താങ്കളെ മാനിക്കും. താങ്കളെ മറന്നവർ താങ്കളെ ഓർക്കും. ദൈവം താങ്കളെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല. താങ്കൾ എത്ര തകർന്ന സാഹചര്യത്തിലാണെങ്കിലും ദൈവം താങ്കളെ തിരിച്ചു കൊണ്ടുവരും. പ്രതിസന്ധികൾ കടന്നു വരുമ്പോൾ താങ്കൾ ഒറ്റയ്ക്കാണെന്ന് പറയരുത്. താങ്കൾ ഒറ്റയ്ക്കാണെന്ന് കരുതരുത്. തകർന്നു പോകരുത്. യഹൂദാ ഗോത്രത്തിൻ്റെ സിംഹമായ കർത്താവ് വചനം ശ്രവിക്കുന്ന താങ്കൾക്ക് വേണ്ടി പ്രവർത്തിക്കും. താഴ്ചയിൽ നിന്നും താങ്കളെ ഉയർത്തിക്കൊണ്ടുവരും. മനുഷ്യർ പിന്നിലാക്കിയതിനെ ദൈവം മുന്നിൽ കൊണ്ടുവരും. 112 സങ്കീർത്തന പുസ്തകം 1 മുതൽ 2 തിരുവചനം വായിക്കുമ്പോൾ, യഹോവയെ സ്തുതിപ്പിൻ, യഹോവയെ ഭയപ്പെട്ട് അവൻ്റെ കൽപ്പനകളിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അവൻ്റെ സന്തതി ഭൂമിയിൽ ബലപ്പെട്ടിരിക്കും. മേലുള്ളവരുടെ തലമുറ അനുഗ്രഹിക്കപ്പെടും. ഇതാ, ദൈവം താങ്കളെ കണ്ടിരിക്കുന്നു. താങ്കളുടെ ഹൃദയ വിചാരങ്ങൾ കർത്താവ് അറിഞ്ഞിരിക്കുന്നു. താങ്കളുടെ കണ്ണുനീർ ദൈവം തുടച്ച് ഈ നിമിഷം താങ്കളെ ആശ്വസിപ്പിക്കുന്നു. താങ്കളെ കരയുവാൻ ദൈവം ഇനി അനുവദിക്കത്തില്ല. താങ്കൾ കണ്ണുനീരോടുകൂടെ പ്രാർത്ഥിച്ച പ്രാർത്ഥന വിഷയത്തിന്മേൽ ദൈവത്തിൻ്റെ കരം ചലിക്കുകയാണ്. താങ്കളുടെ പ്രാർത്ഥന വിഷയത്തിന്മേൽ ദൈവത്തിൻ്റെ കരം നീട്ടുകയാണ്. ദൈവം ഒരുവനെ അനുഗ്രഹിക്കുവാൻ കരം നീട്ടിയാൽ ആ കരത്തെ തടുക്കുവാൻ ഒരു ശക്തിക്കും സാധിക്കത്തില്ല. ദൈവസന്നിധിയിൽ താങ്കളുടെ കണ്ണുനീരിനും പ്രാർത്ഥനയ്ക്കും മറുപടിയുണ്ട്. താങ്കളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകി താങ്കളുടെ ജീവിതത്തിനകത്ത് വലിയ വലിയ അത്ഭുതങ്ങൾ കർത്താവ് ചെയ്യും. വിശ്വസിക്കുക. താങ്കളുടെ ദുഃഖത്തെ, താങ്കളുടെ പ്രയാസത്തെ, സഹനത്തെ കർത്താവ് അറിയുന്നുണ്ട്. താങ്കളുടെ ദുഃഖവും പ്രയാസവും മാറിപ്പോകും. താങ്കളുടെ നഷ്ടങ്ങൾ ലാഭമാക്കി ദൈവം നൽകും. താങ്കളെ കരം പിടിച്ച് കർത്താവ് ഉയർത്തും. താങ്കൾ ഉയരില്ല എന്ന് പലരും വിചാരിച്ച് താങ്കളെ തകർത്തു കളയാൻ പലരും പദ്ധതിയിട്ടു. എന്നാൽ വചനം ശ്രമിക്കുന്ന പ്രിയ ദൈവജനമേ, താങ്കളെ നട്ടത് ദൈവമാണ്. ഒരു കാറ്റിനോ പേമാരിക്കോ താങ്കളുടെ വേരിനെ ഇളക്കി മാറ്റുവാൻ കഴിയത്തില്ല എന്നോർക്കുക. ശത്രു താങ്കളെ തൊടുകയില്ല. തൊടുവാൻ കർത്താവ് അനുവദിക്കത്തില്ല. കാരണം നാം സേവിക്കുന്നത് വിശ്വസ്തനായ ദൈവത്തെയാണ്. കുറവുകൾ തീർക്കുന്ന ദൈവത്തെയാണ്. ബലഹീനത കവിഞ്ഞൊഴുകുന്ന ദൈവശക്തി കൊണ്ട്, ദൈവിക സാന്നിധ്യം കൊണ്ട് നമ്മെ നിറയ്ക്കുന്ന ദൈവത്തെയാണ് നാം സേവിക്കുന്നത്. ഏത് പ്രതിസന്ധിക്കകത്തും ഏത് പ്രതികൂലങ്ങളുടെ നടുവിലും നമ്മെ ഉയർത്തുന്ന, നമ്മെ കരം പിടിച്ച് നടത്തുന്ന ദൈവമുണ്ട്. പ്രതിസന്ധികൾ കടന്നു വരുമ്പോൾ, പ്രതീക്ഷിക്കാത്ത തകർച്ചകൾ കടന്നു വരുമ്പോൾ വിളിച്ചു പറയുന്നൊരു സന്ദേശമുണ്ട്. ഭയപ്പെടേണ്ട, ദൈവം കരുതിക്കൊള്ളും. ഭക്തനായ അബ്രഹാം വിളിച്ചു പറഞ്ഞു, യഹോവ ഈരേ. ഭക്തനായ യോസഫ് തകർച്ചകളിലൂടെ കടന്നുപോയി. ഭക്തനായ യോസഫിൻ്റെ തകർച്ച കാണുവാൻ അനേകർ ആഗ്രഹിച്ചിരുന്നു. തൻ്റെ സഹോദരന്മാരുടെ മുൻപിൽ യോസഫിനെ ദൈവം ഒരു അത്ഭുത വിഷയമാക്കി ഉയർത്തിയെങ്കിൽ, വചനം ശ്രവിക്കുന്ന പ്രിയ ദൈവജനമേ, താങ്കളെ മറ്റുള്ളവരുടെ മുൻപിൽ ഒരു അത്ഭുതമാക്കി, അടയാളമാക്കി ദൈവം മാറ്റുവാനിടയാകും. ഭക്തനായ യോസഫിൻ്റെ വീഴ്ച കാണുവാൻ ആഗ്രഹിച്ച് ഇരുന്ന വ്യക്തികളുടെ നടുവിൽ ദൈവം ഒരു അത്ഭുത വിഷയമാക്കി മാറ്റിയെങ്കിൽ, ആർക്ക് കൈവിട്ടാലും യേശു താങ്കളെ കൈവിടുകയില്ല. നെഞ്ചത്ത് കരം വച്ച് ഉറച്ച വിശ്വാസത്തോടെ വിളിച്ചു പറയണം, കർത്താവിൻ്റെ കരമാണ് എന്നെ താങ്ങിയത്. അപകടങ്ങളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും കർത്താവ് എന്നെ വിടുവിച്ചു. കർത്താവിൻ്റെ കരം ചലിച്ചതുകൊണ്ടാണ് ഞാനിന്ന് ജീവനോടുകൂടെ ആയിരിക്കുന്നത്. കർത്താവിൻ്റെ കരം ഇനിയും എനിക്ക് വേണ്ടി ചലിക്കുമെന്ന് വിളിച്ചു പറയണം. 91 സങ്കീർത്തന പുസ്തകം 7 തിരുവചനത്തിൽ പ്രകാരം വിളിച്ചു പറയുന്നു, നിൻ്റെ വശത്ത് 1000 പേരും നിൻ്റെ വലതുവശത്ത് 10,000 പേര് വീഴും, എങ്കിലും അത് നിന്നോട് അടുത്ത് വരികയില്ലെന്ന്. വചനം ശ്രവിക്കുന്ന പ്രിയദൈവജനമേ, കുറവുകൾ തീർക്കുന്ന, ബലഹീനതയിൽ കവിഞ്ഞൊഴുകുന്ന ദൈവശക്തി പകർന്ന് തികവുള്ളവരാക്കി മാറ്റുവാൻ
കർത്താവിൻ്റെ കരങ്ങളിൽ പൂർണ്ണമായി വിഷയങ്ങളെ കൊടുക്കാം. ഈ നാളുകൾ ജീവനുള്ള സാക്ഷിയാക്കി സ്വർഗം വചനം ഏവരും ഉയർത്തുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ. എൻ്റെ നിക്ഷേപം നീ തന്നെയാ, എൻ്റെ ഹൃദയവും നിന്നിൽ തന്നെയാ. എൻ്റെ നിക്ഷേപം നീ തന്നെയാ, എൻ്റെ ഹൃദയവും നിന്നിൽ തന്നെയാ. യേശുവേ എൻ ഹൃദയത്തിനുടയോനേ, എൻ ഹൃദയത്തെ കവർന്നോനേ. യേശുവേ എൻ ഹൃദയത്തിനുടയോനേ, എൻ ഹൃദയത്തെ കവർന്നോനേ.